ഹലോ, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന കാടാമ്പുഴയാണ്. ദേവിയെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഇന്ന് അറിയാലോ, സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഭയങ്കര തിരക്കാണ്. കണ്ടോ, ആ പോകുന്നതാണ് ഞാൻ കേട്ടോ. ഞാനും ദിനുവാണ് ആ പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പിന്നെ ഇത് കണ്ടോ, മുല്ലപ്പൂ അന്ന് ഗുരുവായൂർ പോയിട്ട് തന്നെ എനിക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ട് അത് മേടിച്ച് മുടിയിൽ ചൂടി ഇങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കിടക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. ആളുകളൊക്കെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പൊതുവെ അറിയാലോ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കയറി മുട്ടറക്കാൻ ആ ഭാഗത്തേക്കൊന്നും അടുക്കേ വേണ്ട, ഇത്രയും തിരക്കാണ്. അപ്പോൾ ഇന്ന് തൊഴുകാന്ന് വെച്ചു. ഇങ്ങനെ എന്തിനും ഞാനൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അരുണേട്ടൻ അതാ കാര്യമായിട്ട് എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട്. മത്സ്യക്കന്യൊക്കെ ഉണ്ട്. പണ്ടത്തെ കാടാമ്പുഴയെ എല്ലാ പൊതുക്കൊക്കെ മാറിയിട്ടുണ്ട്. കുറേ ആയി ഇപ്പോൾ വന്നിട്ട്, വർഷങ്ങളായി വന്നിട്ട്. പ്രസാദമൊക്കെ മേടിച്ചു. ചന്ദനമൊക്കെ അറിയാമല്ലോ, അമ്പലം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഇതിൽ നടക്കുകയാണ്. പ്രത്യേക ഒരു ഫീലാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ തൊഴുത് ഇറങ്ങി പ്രഭാത സൂര്യനൊക്കെ അപ്പോഴേക്കും വന്ന് ഞങ്ങളങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ എന്താ, അമ്പലത്തിൽ വന്നാൽ ലോട്ടറി നിർബന്ധമാണ്. എല്ലാ അമ്പലത്തിലും ചെന്നാൽ ലോട്ടറി എടുക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെയാണ്. അരുണേട്ടനതാ സൂപ്പർ സാധനം പറയുന്നത്. പക്ഷേ എന്താ നോക്കിയപ്പോൾ എന്താ പ്രതിമയാണ്. പിന്നെ അവിടെ ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. ഉണ്ണിക്കണ്ണനെ നോക്കിയിരുന്ന് നല്ല ഭംഗിയാട്ടോ. അങ്ങനെ എന്താണ് കുറേ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഫുഡ് കഴിക്കാനിരുന്ന്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു. ഞങ്ങൾ മസാല ദോശ ആട്ടോ ഓർഡർ ചെയ്ത്. ദിനുവിന് പിന്നെ കുറച്ച് നാളായിട്ട് ഇഡ്ഡലിക്കാണ് പ്രിയം, ഇഡ്ഡലിയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഫാൻസി. കണ്ടോ, ഞാൻ ഒരു ക്രാബ് നോക്കിക്കൊണ്ടിരിക്കാനായിരുന്നു. അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഉദ്ദേശം കിട്ടി കേട്ടോ. കിട്ടിയപ്പോഴേക്കും അരുണേട്ടനെ കാണാനില്ല. അപ്പോൾ എന്താ, ഫാൻ എടുത്ത് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ